കേരള യാത്ര നടക്കുമ്പോൾ ഞാനൊരു മുറിയൻ കോട്ടിട്ടുകൊണ്ടായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. ഉസ്താദ് അവർകൾ തുന്നിച്ച് എന്ന കോട്ടാണിത്. ഉസ്താദ് അവർകൾ പറഞ്ഞു, അതെ, സദസ്സുകളിൽ പോകുമ്പോൾ ഹൈബത്ത് വേണം. എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു, തൈലസാൻ ധരിച്ചുകൊണ്ടാണ് ഖുതുബക്ക് ഖതീബ് മിമ്പറിൽ കയറേണ്ടത്, അത് ഹൈബത്തിനു വേണ്ടിയാണ്. ഇങ്ങനെ കുട്ടികളുടെ എല്ലാ രംഗവും പരിശോധിച്ച് എന്നും തെർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ശൈഖുന അവർകളോട് നമുക്കുള്ള കടപ്പാട് ദുനിയാവിലും ആഖിറത്തിലും തീരുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തേക്ക് ഇനിയും ഒരുപാട് കാലം ദീർഘായുസ് നൽകുമാറാകട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഉസ്താദ് അവറുകളുടെ ഏറ്റവും അവിടുത്തെ മനസ്സിന്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന വിഷയം എന്താ? അത് അവിടുത്തെ ശിഷ്യന്മാരെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ പ്രചാരകരാകണം, സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കുന്നവരാകണം, അവിടുന്ന് അധ്വാനിച്ച് വളർത്തിയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരാകണം. അവിടെയാണ് ഉസ്താദ് അവറുകളുടെ ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ പൊരുത്തവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ, കേരളത്തിൽ മഹാന്മാരായ മഖ്ദൂമുമാരും സയ്യിദ് അലവിൽ മംബറമി ഖദ്ദസല്ലാഹു സിർറുൽ അസീ തങ്ങളും അതുപോലെ ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും അങ്ങനെ തുടങ്ങി കേരളത്തിൽ കഴിഞ്ഞുപോയ അസംഖ്യം പണ്ഡിതന്മാർ, നമ്മുടെ കോഴിക്കോട് ശൈഖ് ജിഫ്രി തങ്ങളടക്കം എത്രയോ വലിയ വലിയ മഹാന്മാർ ഇവിടെ കഴിഞ്ഞുപോയിട്ടുണ്ട്. അവരെല്ലാവരും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരായിരുന്നു. അവർ വിശ്വസിച്ച വിശ്വാസം എന്താണോ, അവർ പഠിപ്പിച്ച വിശ്വാസം എന്താണോ, അവർ പഠിപ്പിച്ച കർമ്മരീതി എന്താണോ, അവർ പഠിപ്പിച്ച ആചാരം എന്താണോ, അത് മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുകയും അങ്ങനെ ജീവിക്കുന്ന ഒരു സമൂഹത്തെ ഇവിടെ നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ കർത്തവ്യം. നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സഹീഹുൽ ബുഖാരിയുടെ ഒരു ഭാഗം ബറക്കത്തിന് വേണ്ടി വായിച്ചപ്പോൾ നമ്മളവിടെ കേട്ടു, ഖൽഖുൽ അഫ്ആലിനെ സംബന്ധിച്ചുള്ള ഒരു വാചകം കേട്ടു. മഹാനായ അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ അവിടുത്തെ പ്രത്യേകമായ തഹ്ദീഖാണ്. അതേ, ഖൽഖുൽ ഖാലിഖുൽ അഫ്ആൽ അല്ലാഹുവാണ്. എല്ലാ വസ്തുക്കളെയും ഖാലിഖു കുല്ലി ശൈ, സർവ്വ വിഷയങ്ങളെയും സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിക്കുന്നു, നമ്മുടെ പ്രവർത്തനങ്ങളും അവൻ സൃഷ്ടിക്കുന്നു. എല്ലാം അല്ലാഹുവിങ്കൽ നിന്നാണ്. കുല്ലും മിൻ ഇൻദില്ലാഹ്. ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. നേരെ മറിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ചില ആളുകൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് വിശദീകരിക്കുമ്പോൾ മനുഷ്യ കഴിവിനപ്പുറമുള്ളത് നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് അർത്ഥം എഴുതി വെച്ചവർ ഉണ്ട്. നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല. എല്ലാ കഴിവും അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ, മുഴുവൻ കഴിവുകളും അല്ലാഹുവിനാണ്. ഏതൊരു മനുഷ്യനും ഏതൊരു സൃഷ്ടിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ കൊടുക്കുന്ന കഴിവുകളാണ് ഉള്ളത്. ആ കഴിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമ്പോൾ അവർക്ക് ലഭിക്കുന്നു എന്നല്ലാതെ ഒരിക്കലും ഖാലിഖുൽ അഫ്ആൽ അല്ലാഹു അല്ലാതെ വേറെയില്ല എന്ന് വിശ്വസിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ. അതേ സമയത്ത് അതിനെ രണ്ടായി തിരിച്ച് ചിലതൊക്കെ അല്ലാഹുവിന് കഴിയുന്നത്, ചിലതൊക്കെ സൃഷ്ടികൾക്ക് കഴിയുന്നത് എന്ന വേർതിരിവാണ് വാസ്തവത്തിൽ യഥാർത്ഥ തൗഹീദിനെതിരായി വരുന്നത്. ആ വിഷയത്തിൽ കെട്ടിമറിഞ്ഞ കക്ഷികൾ എത്രയോ ആശയങ്ങൾ മാറ്റി മാറ്റി പറഞ്ഞു. അവർക്ക് തൗഹീദിൽ ഇന്നും ഒരു സ്ഥാനത്തെത്താൻ കഴിഞ്ഞില്ല. അതേസമയത്ത് പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅ തൗഹീദ് മുതൽക്ക് സർവ്വവിശ്വാസങ്ങളിലും മഹാനായ ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവും അബൂ മൻസൂർ അൽ മാതുരിദി റളിയല്ലാഹു അൻഹുവും അവർ രണ്ടുപേരും ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു അവിടുത്തെ നൂനിയയിൽ പറഞ്ഞതുപോലെ 4 മദ്ഹബിന്റെ അയിമ്മത്തിനെ പിന്തുടർന്നുകൊണ്ടാണ് അവരെല്ലാം ഇവിടെ അഖീദ പ്രചരിപ്പിച്ചിട്ടുള്ളത്. ആ 4 മദ്ഹബിന്റെ അയിമ്മത്തിനെ പിന്തുടർന്നുകൊണ്ടാണ് ലോകം മുഴുക്കെയുള്ള മുഖ്യധാര മുസ്ലിമീങ്ങൾ ജീവിക്കുന്നത്. ആ മുഖ്യധാര മുസ്ലിമീങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവരെ വെട്ടിമാറ്റി മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയവരാണ് യഥാർത്ഥത്തിൽ ബിദ്അത്തുകാരെന്ന് പറയുന്നത്. അവരുടെ നാശം വളരെ വലുതാണ്. ഇവിടെ പലപ്പോഴും മുസ്ലിമീങ്ങളല്ലാത്ത പലരും നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്. അവർക്കും കൂടി ജീവിക്കാനുള്ളതാണ് ഇന്ത്യ രാജ്യം, നമുക്കും ജീവിക്കാനുള്ളതാണ് ഇന്ത്യ രാജ്യം. പക്ഷേ ഞാനൊരു കാര്യം ഉണർത്തട്ടെ, വേറെ മതക്കാരും
നമ്മുടെ മതത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. കാരണം അവരാരും ഖുർആൻ ഓതിയിട്ട് നിസ്കരിക്കേണ്ടത് നിങ്ങളിപ്പോ നിസ്കരിക്കുന്നത് പോലെ 5 നേരമല്ല 3 നേരമാണെന്ന് ഇവിടെ ഒരു ഹൈന്ദവനും പ്രസംഗിക്കുകയോ പുസ്തകം എഴുതുകയോ ചെയ്തിട്ടില്ല. ഒരു ക്രിസ്ത്യാനിയും നിങ്ങളും നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന 20 റക്അത്ത് അത് 8 എന്നാണ് ഹദീസ് പഠിപ്പിക്കുന്നത് എന്ന് ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്ത് പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ ഒരു വിശ്വാസത്തെയും കർമ്മത്തെയും അതിനെ അട്ടിമറിച്ച് അള്ളാഹുവിന്റെ ദീൻ അട്ടിമറിക്കുക എന്ന പരിപാടി ഇവിടെ വേറെ മതക്കാരും ചെയ്തിട്ടില്ല. അത് ചെയ്തത് മുസ്ലിമിന്റെ പേരിൽ തന്നെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്ന കക്ഷികളാണ്. അതുകൊണ്ടാണ് ഖുർആൻ നേരത്തെ തന്നെ നമ്മളെ പഠിപ്പിച്ചു വെച്ചത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടരുന്നവർ, ആ പിന്തുടരുന്നവരുടെ സ്വഭാവം എന്തായിരിക്കും? അത് മുഅ്മിനീങ്ങളുടെ വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ സ്വഹാബത്ത് മുതൽ താബിഈങ്ങൾ മുതൽ തബഉ താബിഈങ്ങൾ മുതൽ അയിമ്മത്ത് മുജ്തഹിദുകൾ മുതൽ പൂർവകാലം മുതലേ ജീവിച്ചു വരുന്ന മുസ്ലിം സമുദായം, ആ മുസ്ലിം സമുദായത്തിന്റെ ആശയങ്ങളെ അംഗീകരിക്കാതെ പുതിയത് പിന്തുടരുന്നവരാണെങ്കിൽ അവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷയുണ്ടെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്ത് ജമാഅത്തിന്റെ ഇഖ്ലാസുള്ള ഖാദിമീങ്ങളായി നമുക്കെല്ലാവർക്കും ഉസ്താദവറുകളുടെ മുഴുവൻ ശിഷ്യന്മാർക്കും അതേപോലെ സുന്നത്ത് ജമാഅത്തിൽ പഠിച്ചു വളരുന്ന ഏത് സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അവർക്കെല്ലാവർക്കും സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി സമൂഹത്തിന് സേവനം ചെയ്യാൻ, രാഷ്ട്രത്തിന് സേവനം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവിധ ആശംസകളും ഈ ചെറുപ്പക്കാരായ എൻ്റെ സഹോദരന്മാർ, എൻ്റെ അനുജന്മാർ, അവർക്ക് പ്രത്യേകം ആശംസ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.